മതസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന നിക്കരാഗയുടെ നടപടികളിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ ആശങ്ക ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അറിയിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. സ്ഥിതിഗതികൾ വത്തിക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മതസ്വാതന്ത്ര്യത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിൽ സഭാ ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ നടപടികളിൽ ആശങ്കയുണ്ടെന്നും കർദിനാൾ ഊന്നി പറഞ്ഞു. മതസ്വാതന്ത്ര്യവും മറ്റും മൗലിക അവകാശങ്ങളും വേണ്ടത്ര സംരക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ക്രൈസ്തവ സഭകളെ പുറത്താക്കുക, കത്തോലിക്ക സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക, നിരവധി വൈദികരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങി നിക്കരാഗുവൻ ഗവൺമെന്റിന്റെ 2018 മുതലുള്ള നടപടിയിലാണ് വത്തിക്കാൻ ആശങ്ക അറിയിച്ചിരിക്കുന്നത്. ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ സർഗക്ഷേത്ര സീനിയർ സിറ്റിസൺ ഫോറവുമായി സഹകരിച്ച് ലോക ഹൃദയ ദിനവും ലോക സീനിയർ സിറ്റിസൺ ദിനവും സംയുക്തമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി രാവിലെ 8:30 ചങ്ങനാശ്ശേരി ബിഷപ്പ് ഹൗസിൽ നിന്നും ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് വാക്കത്തോൺ നടത്തി. ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത മെത്രാപ്പോലിത്ത അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവ് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യാതിഥിയായി. സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിലെ വത്തിക്കാൻ നയതന്ത്ര ഉദ്യോഗസ്ഥനും സ്ഥാനപതിയുമായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കേച്ചേരിയുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരുന്നു. രാമനാഥപുരം രൂപത ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവകാംഗവും ജീസസ് യൂത്തിന്റെ സജീവ പ്രവർത്തകയുമായ ഡോക്ടർ ഫ്രേയ ഫ്രാൻസിസ് അന്തർദേശീയ യുവജന ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ സമിതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയാണ് ഡോക്ടർ ഫ്രേയ ഫ്രാൻസിസ്. യുവജനങ്ങളുടെ വിശ്വാസം വളർത്തിയെടുക്കുന്നതിൽ ജീസസ് യൂത്തിന്റെ സംഭാവനകളോടുള്ള സഭയുടെ വിലമതിപ്പ് ഈ നിയമനം ഉയർത്തിക്കാട്ടുന്നു. 2024 സെപ്റ്റംബർ 25 മുതൽ 3 വർഷത്തേക്കാണ് നിയമനം. വത്തിക്കാന്റെ യുവജന മന്ത്രാലയത്തിലെ പ്രധാന വിഷയങ്ങളിൽ കൂടിയാലോചന നടത്തി ഉപദേശങ്ങൾ നൽകുക എന്നതാണ് പ്രധാന ദൗത്യം. പുതിയ തലമുറകൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇടപെടൽ ശ്രദ്ധയാകർഷിക്കുന്നു. കമ്മ്യൂണിക്കേറ്റിംഗ് സിസ്റ്റേഴ്സ് ഓഫ് ദി ഹെവൻലി ഫാദർ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ യേശുവിന്റെ സുവിശേഷത്തിന്റെ സന്ദേശം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് എത്തിക്കാൻ നടത്തുന്ന ഇടപെടലാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. സംഗീത വീഡിയോകൾ, കരുണയുടെ ജപമാല, സുവിശേഷത്തെക്കുറിച്ചുള്ള വിചിന്തന ചിന്തകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഇവരുടെ സോഷ്യൽ മീഡിയ ആക്ടിവിസം അനേകരെ സ്വാധീനിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ 46ാമത് അപ്പസ്തോലിക യാത്രയ്ക്ക് സമാപനമായി. കോക്കൽബർഗ് തിരുഹൃദയ ബസിലിക്കയിൽ നടന്ന കത്തോലിക്ക വിശ്വാസ സമൂഹവുമായി ഫ്രാൻസിസ് പാപ്പ നടത്തിയ കൂടിക്കാഴ്ച യഥാർത്ഥത്തിൽ സിനഡൽ സഭയുടെ ഒരു നേർക്കാഴ്ച തന്നെയായിരുന്നു. സമ്മേളനത്തെ തുടർന്ന് പാപ്പ ബസിലിക്കയുടെ അടിയിലുള്ള ഗുഹാഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജകീയ കുടുംബത്തിൽപ്പെട്ടവരുടെ കല്ലറകൾ സന്ദർശിക്കുകയും രാജാവിന്റെ ശവകുടീരത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭ്രൂണഹത്യ അനുകൂലിക്കുന്ന നിയമത്തിൽ ഒപ്പിടാൻ വിസമ്മതിച്ചുകൊണ്ട് രാജകീയ പദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ബൗദിയൻ രാജാവിന്റെ ധൈര്യം ഇന്നും ബെൽജിയത്തെ ജനതയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു.